പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭു എഴുതിയ പുസ്തകത്തിൽ നിന്ന് വായിച്ച കാര്യമാണ്. അതിൽ വോളിയം 1 ഒരു കാര്യമാണ്. അപ്പം ശ്രീല പ്രഭുപാദിന്റെ മുതിർന്ന ശിഷ്യന്മാരും പ്രഭുപാദും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് അതിനകത്ത് പറയുന്നത്. അപ്പം അതിൽ ഒരു ഡിവോട്ടിയുടെ പേരാണ് ഭക്തദാസ് എന്ന് പറഞ്ഞത്. അദ്ദേഹം ലാ സിനേഗ ബവേൾഡേർഡ് എന്ന് പറഞ്ഞൊരു ടെമ്പിളിലെ ഒരു ഡിവോട്ടിയാണ്. അപ്പോൾ പ്രഭുപാദ് ഒരു വട്ടം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ മെയിൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഫുൾ ടെമ്പിൾ റിനോവേറ്റ് ചെയ്യാണ്. അപ്പം പ്രഭുപാദ് എത്തുന്നതിന് മുമ്പേ തുടങ്ങിയ പണി. അപ്പോൾ അത് ഫുള്ളായിട്ട് പെയിന്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഫുൾ സർവീസാണ് അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹം ആ സന്ദർഭത്തിൽ പ്രഭുപാദ് മോർണിംഗ് വാക്കിന് പോയിട്ട് തിരിച്ചു വരുമ്പം ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രഭുപാദ് മോർണിംഗ് വാക്കിന് പോയി തിരിച്ചു വരുമ്പോഴത്തേന് ടെമ്പിളിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേന് ഈ ഡിവോട്ടീസ് 2 വരിയായിട്ട് നിൽക്കും. പ്രഭുപാദിന്റെ നടുക്കൂടാണ് പോകുന്നത്. പ്രഭുപാദിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി എല്ലാവരും മോർണിംഗ് വാക്കിന് പോകത്തില്ല. അപ്പൊ കുറച്ചു പേരെ പോകത്തുള്ളൂ. അപ്പം ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യും പ്രഭുപാദ് വരാൻ വേണ്ടി. അപ്പം തിരിച്ച് പ്രഭുപാദ് വരുമ്പോഴത്തേന് പ്രഭുപാദ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാവരും നമസ്കരിക്കും, മുട്ടുകുത്തി നമസ്കരിക്കും. അപ്പൊ ചിലപ്പോൾ ചില ഡിവോട്ടീസിന്റെ തലയിൽ ഇങ്ങനെ പ്രഭുപാദ് തൊടും എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ പ്രഭുപാദ് പോകും. അപ്പം ഈ ഭക്തന്മാരുടെ അപ്പോഴത്തെ മൂഡ് എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഭക്തന്മാരുടെ മൂഡെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന സേവനം പ്രഭുപാദ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് അവരെപ്പോഴും ഉത്കണ്ഠ അവർക്ക്. അപ്പൊ അവരുടെ ആ ഒരു സെപ്പറേഷൻ മൂഡെന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രഭുപാദ് ഒരു ഡിവോട്ടിയുടെ തലയിൽ തൊട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെയാ വിചാരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ശരിക്കൊന്നും സേവനം ചെയ്യുന്നില്ല, പ്രഭുപാദ് എന്നെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് തൊട്ടതെന്ന് വിചാരിക്കും. ഇൻ കേസ് പ്രഭുപാദ് ഒരു വ്യക്തിയുടെ തലയിൽ തൊട്ടില്ലെങ്കിൽ വിചാരിക്കും എന്റെ സേവനം പ്രഭുപാദ് അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ അവര് സേവനം കൂട്ടാനായിട്ടാണ് ആ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു നല്ലൊരു മൂഡാണ് അവര്. എന്ത് വന്നാലും അത് എൻകറേജ്മെന്റിന് വേണ്ടിയാണ് അവര് എടുക്കുന്നത്. എന്നിട്ട് പ്രഭുപാദ് അവിടെ വെച്ച് ഈ ഈശോപനിഷത്ത് ക്ലാസ് ആണ് എടുക്കാറുള്ളത്. ഈശോപനിഷത്ത് ക്ലാസ് കഴിഞ്ഞിട്ട് പ്രഭുപാദ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എല്ലാവരും നോക്കി ചോദിച്ചു, എല്ലാവരും 16 മാല ജപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ഓക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഈ ഭക്തദാസ് മാത്രം ഇങ്ങനെ കൈപൊക്കി ചോദിച്ചപ്പം പ്രഭുപാദ് പറഞ്ഞു, നീ എന്താ 16 മാല ജപിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പം ഭക്തദാസ് പറഞ്ഞു, എനിക്ക് ഫുൾ സർവീസാണ്, ഒട്ടും, കാരണം എനിക്ക് 20 മണിക്കൂറോളം ടെമ്പിൾ പ്രസിഡന്റ് എനിക്ക് സർവീസ് തരുന്നുണ്ട്, 4 മണിക്കൂറേ എനിക്ക് ഉറങ്ങാൻ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിനക്ക് 4 മണിക്കൂർ കിട്ടുന്നുണ്ടല്ലോ, നീ 2 മണിക്കൂർ ഉറങ്ങിയാൽ മതി, 2 മണിക്കൂർ നീ ജപിക്കണം, അങ്ങനെ നിന്റെ 16 റൗണ്ട് തീർക്കണം എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം അത് ഫോളോ ചെയ്തു എന്ന് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം ചൂട് ഷവർ വരുമല്ലോ, അപ്പൊ അതിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ജപിക്കാൻ ശ്രമിക്കും, കാരണം ഉറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി എന്ന് അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അത് 16 മാല ജപിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പ്രഭുപാദ് പറഞ്ഞത്. പ്രഭുപാദ് അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തില്ല. ഇത്രയും സമയം ഉള്ളൂ, ഉറങ്ങാനുള്ള സമയം ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു എക്സ്ക്യൂസ് ആയിട്ട് പ്രഭുപാദ് കരുതിയില്ല. 16 റൗണ്ട് ജപിക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് പ്രഭുപാദ് അതിൽ പറയുന്നത്. അതുകൊണ്ട് ഭക്തദാസ് പറയുന്നത് നമ്മൾ എന്ത് സേവനം ചെയ്താലും 16 റൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി സർവീസ് എന്നുള്ളത് ഭക്തദാസ് ആ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പറഞ്ഞു തരും.